പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ പോലീസിനെ വട്ടം കറക്കിയൊരു ബാലമുരുകനില്ലേ, രാവിലെ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിനിടയിൽ വിയ്യൂരിൽ വെച്ച് മൂത്രം ഒഴിക്കണമെന്ന് പറഞ്ഞിറങ്ങി ഓടി രക്ഷപ്പെട്ട ബാലമുരുകൻ. ആ ചങ്ങാതിയെ തമിഴ്നാട്ടിൽ നിന്ന് പിടിച്ചിട്ടുണ്ട് കേട്ടാ. വിയ്യൂർ ജയിലിന് സമീപത്ത് നിന്ന് തമിഴ്നാട് പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ട ബാലമുരുകൻ തെങ്കാശി ഊത്തുമലയിൽ വാഹന പരിശോധനയ്ക്കിടയിൽ പിടിയിലാവുകയായിരുന്നു. 53 കേസുകളിൽ പ്രതിയാണ് ഇയാൾ, മുബഷീർ പി അക്ബർ. ഇനി അവനെ നമുക്ക് നമ്മുടെ കൈ കിട്ടും. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മുബഷീർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. മുബഷീർ, വെരി ഗുഡ് മോർണിംഗ്. ബാലമുരുകനെ പിടിച്ചിരിക്കുന്നു. ബാലമുരുകൻ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടതിൽ ഒരുപാട് ദുരൂഹതകൾ ഉണ്ടായിരുന്നു. തമിഴ്നാട് പോലീസ് അയാളെ രക്ഷപ്പെടാൻ സഹായിച്ചതാണ് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരുന്ന വിവരം. അത് ഏറെക്കുറെ ശരിയുമാണ്. കാരണം സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുവരിക, അവിടെ നിന്ന് മൂത്രം ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇറക്കുന്ന സമയത്ത് പോലീസുകാരെ, തമിഴ്നാട് പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെടുക. ഒടുവിൽ ഇതാ ബാലമുരുകനെ പിടികൂടിയിരിക്കുന്നു. വാഹന പരിശോധനയ്ക്കിടയിലാണോ ബാലമുരുകൻ കുടുങ്ങിയത്? തമിഴ്നാട് പോലീസ് തന്നെ പിടിച്ച് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചോ? മുബഷീർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുകുമാർ. തമിഴ്നാട്ടിലെ പെരമ്പല്ലൂർ ജില്ലയിൽ നിന്നാണ് 44 വയസ്സുള്ള കൊടും കുറ്റവാളിയായിട്ടുള്ള ബാലമുരുകനെ ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. 5 കൊലപാതകങ്ങളടക്കം 53 കേസുകളിൽ പ്രതിയായ ബാലമുരുകൻ കേരളത്തിലെ മോഷണ കേസിൽ വിയ്യൂർ സെൻട്രൽ ജയിലിൽ തടവ് ശിക്ഷ അനുഭവിക്കവേ ഇക്കഴിഞ്ഞ നവംബർ ആദ്യവാരമായിരുന്നു രക്ഷപ്പെട്ടിരുന്നത്. തമിഴ്നാട്ടിലെ തെങ്കാശി ആലങ്കുളം അമ്മൻ കോവിൽ സ്വദേശിയായ ഇയാൾക്കായി തെങ്കാശിയിലും പരിസരങ്ങളിലും പോലീസ് തിരച്ചിൽ നടത്തി വരികയായിരുന്നു. പലതവണ പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ബാലമുരുകനും സഹോദരൻ മഹേഷും പെരുമ്പല്ലൂരിലെ പാത്തല്ലൂരിലുണ്ടെന്ന് വിവരം കിട്ടിയതിനെ തുടർന്ന് പോലീസ് സംഘം അവിടെ എത്തുകയും ഇരുവരെയും കസ്റ്റഡിയിലെടുത്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ നേരത്തെ തന്നെ പോലീസ് നിരീക്ഷണത്തിന്റെ ഭാഗമായി എത്തിയിരുന്നു. പക്ഷേ അങ്ങോട്ടേക്ക് വരാനുള്ള ഒരു സാധ്യത ഉണ്ടാകില്ല എന്ന് കണക്കിലെടുത്തുകൊണ്ടായിരുന്നു മറ്റിടങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നത്. അതിനിടയിൽ തമിഴ്നാട്ടിലൊരു കേസന്വേഷണത്തിന്റെ ഭാഗമായിരുന്നു വിയ്യൂർ ജയിലിൽ നിന്നും തമിഴ്നാട് പോലീസ് ബാലമുരുകനെ കൊണ്ടുപോയിരുന്നത്. അതിനിടയിലായിരുന്നു വിയ്യൂർ ജയിലിൽ എത്തിക്കുന്നതിനിടയിൽ ഇയാൾ രക്ഷപ്പെട്ടിരുന്നത്. ജയിലിനടുത്ത് വെച്ച് മൂത്രമൊഴിക്കാനുണ്ടെന്ന് പറഞ്ഞ് മാറിയ ഇയാൾ പിന്നീട് ഓടി രക്ഷപ്പെടുന്നതായിരുന്നു ദൃക്സാക്ഷികൾ കണ്ടിരുന്നത്. കഴിഞ്ഞ കുറെ മാസങ്ങളായി ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തിവരുന്നതിനിടയിലായിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു മുബഷീർ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ബാലമുരുകനെ നമ്മൾ പിടികൂടിയിരിക്കുന്നു.